ലോക തൊഴിലാളി ദിനത്തിൽ ആശാമാർ രാപ്പകൽ നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഇന്നു മുതൽ രാപ്പകൽ സമരയാത്ര ആരംഭിക്കുകയാണ്. രാപ്പകൽ നിരാഹാര സമരം ഇന്ന് 43ാം ദിവസമായിരുന്നു. ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് സർക്കാരിനെതിരെ. ജിബിൻ JB ചെയ്യുന്നുണ്ട്. ജിബിൻ, ഈ സമരം കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇത്രയും അധികം ദിവസം സമരം നടത്തേണ്ടി വരുന്നൊരു അവസ്ഥ, അത് അവരെ സംബന്ധിച്ച് വളരെ കഷ്ടമാണ്. നിരാഹാര സമരം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരുന്നു. എങ്ങനെയാണ് തുടർന്നുള്ള സമര പരിപാടികൾ, ഈ സമരയാത്ര ഉൾപ്പെടെ എങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നു? ഈ മെയ് 1 തൊഴിലാളി ദിനത്തിൽ ആശമാരുടെ സമരം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് തലസ്ഥാന നഗരിയിൽ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 81 ദിവസമായി ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ ഈ രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഏകദേശം 43 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ അനിശ്ചിതകാല രാപ്പകൽ നിരാഹാര സമരം. ഈ 43 ദിവസം പിന്നിട്ട നിരാഹാര സമരമാണ് ഇപ്പോൾ താൽക്കാലികമായി അവസാനിക്കുന്നത്. കാരണം മെയ് 5-ാം തീയതി മുതൽ സംസ്ഥാനത്തൊട്ടാകെ കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് വരെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര നടക്കുകയാണ്. അതുകൊണ്ടാണ് താൽക്കാലികമായി നിരാഹാര സമരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്, ഈ സമരം പുതിയൊരു സമരമുറ അവർ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ കണ്ടത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്നത് ഒരു നേരത്തെ കണ്ടതുപോലെയുള്ള ഒരു സമര ഊർജ്ജമൊന്നും തന്നെയില്ലായിരുന്നു. പക്ഷേ ഈ തൊഴിലാളി ദിനത്തിൽ ആ സമരം വീണ്ടും ശക്തി പ്രാപിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് സമരപ്പന്തലാണ്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ആശമാരെ കൊണ്ട് ഈ സമരപ്പന്തൽ നിറഞ്ഞിരിക്കുകയാണ്. 5-ാം തീയതി മുതലാണ് ഈ സമരം, ഈ അനിശ്ചിതകാല രാപ്പകൽ റോഡിൽ കൂടിയുള്ള ഒരു യാത്ര ചെയ്തുകൊണ്ട് സമരം ചെയ്യുകയാണ്. കാസർഗോഡ് നിന്ന് 5-ാം തീയതി ആരംഭിക്കുന്ന സമരം ജൂൺ 17-ാം തീയതി ആയിരിക്കും തിരുവനന്തപുരത്ത് എത്തുക. ഓരോ ജില്ലയിലും 3-4 ദിവസം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ ഈ സമരം നടത്തുന്നത്. സമരം പോകുന്ന വഴിയിലെല്ലാം തന്നെ ആശമാർ, മറ്റ് പൗരപ്രമുഖന്മാരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. പല സ്ഥലത്തും അവർ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ട്. എവിടെയാണ് ഒരു ദിവസത്തെ യാത്ര അവസാനിക്കുന്നത് അവിടെ തെരുവിൽ കിടന്നുകൊണ്ട് തന്നെ ഈ സമരവുമായി അവർ മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, സമരസമിതി നേതാവ് ബിന്ദു അവരുടെ പ്രസംഗത്തിന്റെ ഇടയിൽ, അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മെയ് 1 എന്ന് പറയുന്നത് തൊഴിലാളി ദിനമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി തൊഴിലാളി വർഗ പാർട്ടിയാണ്. അവരുടെ ഭരണസിര കേന്ദ്രത്തിന് മുന്നിൽ ഇത്രയും വലിയൊരു തൊഴിലാളി സമരം നടന്നിട്ട് എന്തുകൊണ്ട് അവരെ ഇതുവരെയും കാണുന്നില്ല, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല? അങ്ങനെ ആവശ്യങ്ങൾ, തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാത്ത ഒരു സർക്കാർ എന്തിന് ഈ തൊഴിലാളി ദിനം ആചരിക്കണമെന്നും അവർ ഈ നാടൊട്ടാകെ എന്തിന് ഈ തൊഴിലാളി സംഘടനകൾ യാത്രകൾ നടത്തണമെന്നുമാണ് അവർ ചോദിക്കുന്നത്. ചേച്ചി, ഇപ്പോൾ ഇന്ന് തൊഴിലാളി ദിനമാണ്. തൊഴിലാളി ദിനമായിട്ട് തൊഴിലാളികൾക്ക് നിരത്തിൽ നിരാഹാര സമരം പോലും ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുവോളം ഇതിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും പോയി ജനങ്ങളെ കണ്ട് നേരിട്ട് ഈ ഭരണാധികാരികളടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ജനങ്ങളിലേക്ക് ഇറങ്ങി നമ്മളെ വിഷമമെല്ലാം പറഞ്ഞ് ഞങ്ങളത് നേടിയെടുക്കും എന്നാണ് പൂർണ്ണ വിശ്വാസം. ഇപ്പോൾ സമരം, ആശാമാരുടെ സമരം 41 ദിവസം 81 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല ഒരു തീരുമാനം, നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാട് എത്തിയിട്ടില്ല. ഇനി ഈ സമരം ഒരു യാത്രയിലേക്ക് കടന്നിരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഇതുവരെയും പ്രതീക്ഷയാണ്. ഓരോ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷയാണ്. പക്ഷേ എന്നാൽ അവർ നമ്മളെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യത്യസ്ത സമരമുറകൾ തീർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ സമരം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ സമരമാണ്. ഞങ്ങൾ 5-ാം തീയതി നയിക്കുന്ന ഈ രാപ്പകൽ സമരം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാ ജില്ലകളിലും പോയി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. എന്നാലും ഒന്നുകൂടെ അവരെ നേരിൽ കണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുകയും അങ്ങനെ ഗവൺമെൻറ് നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക്. അതായത് ഈ വരുന്ന 5-ാം തീയതി മുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു സമരത്തിനാണ് ഇപ്പോൾ ആശമാർ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ ഫ്ലാഗ് ഓഫ് ആണ് നടത്തുന്നത്. ഈ കാണുന്നത് പോലെ തന്നെ 81 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ അനിശ്ചിതകാല രാപ്പകൽ സമരം എന്ന് പറയുന്നത്. താൽക്കാലികമായി 43 ദിവസം പിന്നിട്ട നിരാഹാര സമരം മാത്രമാണ് അവർ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തങ്ങൾ ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് ആശാവർക്കർമാർ പറയുന്നത്. വേറിട്ട ഒരു പ്രതിഷേധം നമ്മൾ കുറച്ച് ദിവസം മുൻപ് കണ്ടതാണ്. ആശാവർക്കർ അവരുടെ സ്വന്തം മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത്. ചേച്ചി, ചേച്ചിയുടെ മുടി ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി മുടി മുറിച്ചിട്ട് തന്നെ ഏകദേശം ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. പരിഹരിക്കുന്നത് വരെ ഞങ്ങളുടെ സമരത്തിലാണ്. ഞങ്ങൾ പിന്മാറൂല.
മന്ത്രി വിചാരിക്കും ഞങ്ങൾ ഇങ്ങനെ കടന്നു കഴിയുമ്പോഴത്തേക്ക് പിന്മാറുകൾ ഞങ്ങളുടെ അവകാശം കിട്ടുന്നതുവരെ ഞങ്ങളിവിടെ സമരത്തിൽ യാതൊരു കണ്ടല്ലോ. ഇത്രയും എൻ്റെ വീട് വരെ ജപ്തിയിലാണ് ഇരിക്കുന്നത്. ഇന്നലെ ജപ്തിക്ക് ആള് വന്നപ്പോഴത്തേക്ക് സാറിന്റെ കാല് പിടിച്ചത് 1 മാസത്തിൽ കൂടി 10-15 ദിവസത്തിൽ കൂടി കൂട്ടി തന്നു. എന്തെങ്കിലും എനിക്ക് അതിനും ഇനി ഈ സമരങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വീടുണ്ടോ എന്നുള്ളത് തന്നെ സംശയം. ഇത്രമേലെ വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് 2 മാസത്തെ ശമ്പളം കിട്ടിയില്ല, ഓണറിനെയും കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല. വലിയ സങ്കടം. ഞങ്ങൾ മണ്ണിന്റെ ഭൂമിയുടെ മീതെ നിൽക്കുന്നതേ അത്രയ്ക്ക് ബുദ്ധിമുട്ട്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് മെയ് ദിനമായ തൊഴിലാളികളുടെ ദിനമായ ഇന്നെങ്കിലും കണ്ണു തുറന്നില്ലെന്ന് പിന്നെ മനുഷ്യനല്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീടെടുക്കാനുള്ള സെറ്റിൽമെന്റ് ചെയ്തു തരണം. എനിക്കിതാണ് പറയാനുള്ളത്. ഈ മെയ് 1-ാം തീയതി തൊഴിലാളി ദിനമായി ഇവർ എടുത്തിരിക്കുന്ന പുതിയ തീരുമാനം, അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് അറിയിക്കാൻ അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു സമരമാണ് ഇനി മുതൽ പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ 5-ാം തീയതി മുതൽ ഈ ഒരു കേരളം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഒരു സമരയാത്രയ്ക്കും അവർ പദ്ധതിയിട്ടതും അതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഇന്ന് നിറവേറ്റുകയും ചെയ്തിരിക്കുന്നത്. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആശാ വർക്കർമാരുടെ സമരം ദിവസങ്ങൾ പിന്നിട്ടും സർക്കാരുമായിട്ടുള്ള ചർച്ചകളിലൊന്നും തന്നെ തീരുമാനമാകാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളം മുഴുവൻ ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം, ഇവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാഹന പ്രചരണ ജാഥ നടത്തുവാൻ വേണ്ടി ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5-ാം തീയതി അവർ യാത്ര ആരംഭിക്കുകയാണ്. 17-ാം തീയതി ജൂൺ 17-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന യാത്രയാണ്. അങ്ങനെ ഒരു സമരമാർഗം കൂടി അവർ നടത്തുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ജിബിൻ